റൂട്ടിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം സൂഫിയാക്കളാകുന്ന മഹാന്മാര് ആത്മീയ ഗുരുക്കളെ നിനക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഭൂമിയെ ആശ്വസിപ്പിച്ചെന്നും അതുകൊണ്ടാണ് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദിയ ശരീഅത്തില് മുഹമ്മദ് നബിയുടെ ഉമ്മത്തില് ഖിയാമത്ത് നാൾ വരെ ആരിഫീങ്ങളെ കൊണ്ട് അല്ലാഹു നിറക്കുമെന്നും ആ അറഫ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹ് ഇസ്ലാമിക ചൈതന്യം ഏൽപ്പിച്ചു കൊടുത്ത 1,24,000 അമ്പിയാക്കളുടെ 1,24,000 സഹാബത്തിന്റെ അതേ കണക്ക് കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഔലിയാക്കന്മാര് നിലനിൽക്കുമെന്ന് മഹാനായ ഇമാം സുഹ്റവർദിയെ പോലെ ഒരുപാട് അയിമ്മത്തുകൾ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് അയിമ്മത്തുകൾ. ആ അയിമ്മത്തുകളൊക്കെ പഠിപ്പിക്കുന്നത് ഖിയാമത്ത് നാൾ വരെ 1,24,000 ഔലിയാക്കളുണ്ടെന്ന്. പക്ഷേ വിലായത്ത് എന്ന് പറഞ്ഞാല് അത് കോപ്പിരി കെട്ടാനുള്ളതല്ല. കുറെ വെറ്റിലാടത്തിൽ നിന്ന് മുറിച്ച് തുപ്പാലോ ഒരു പടിയെടുത്തിട്ടുണ്ടെങ്കിലും കൂടി കുറെ കോപ്പിരിത്തരം കാട്ടാനോ അതല്ല വിലായത്ത്. അപ്പൊ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല. അത് വലിയ പണിയാണ്, വലിയ പണിയാണ്. വിലായത്ത് കിട്ടണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട്. കൊല്ലക്കണക്കിന് അവരൊക്കെ സഹിച്ച ത്യാഗങ്ങൾ. 1,24,000 ഔലിയാക്കന്മാര് ഖിയാമത്ത് നാൾ വരെ ഉണ്ടെന്ന് പറയുമ്പോ ഇവിടുന്ന് ഇങ്ങനെ കണ്ടരുത്, ഇതൊക്കെ ഔലിയാക്കന്മാരാണ്. ഈ പറയുന്ന ഞാനൊരു വലിയ നിങ്ങൾക്കും നിങ്ങളൊക്കെ വലിയ ഇവിടെ തന്നെ എത്ര ഉണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ലോകാടിസ്ഥാനത്തിലാ പറഞ്ഞത്. ലോകത്തൊന്നാകെ 1,24,000 ഔലിയാക്കന്മാരുണ്ട്. അതൊരു പക്ഷെ നമ്മളെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഏതെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും അവർക്കൊക്കെ ഉണ്ടാകുക. ഷേഖ് മുഹമ്മദ് മുഹീദ്ദീൻ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 27 കൊല്ലമേ ആയിട്ടുള്ള നമ്മോട് യാത്ര പറഞ്ഞു. എന്തുകൊണ്ട് ഒരു വലിയ സംഭവമായിക്കൊണ്ട് ലോകത്ത് ജീവിതകാലത്ത് അത് നിലനിന്നില്ല? വഫാത്തിന്റെ കാലത്ത് അറിഞ്ഞവർ ജീവിതകാലത്ത് അവരറിഞ്ഞിട്ടില്ല. പലരും എന്തുകൊണ്ട് അറിഞ്ഞില്ല? സ്വസ്ഥത ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ അഥവാ ഒരു വലിയ നമ്മുടെ ഇടയിലുണ്ട്, മൂപ്പര് പരസ്യമായി വിലായത്തും കറാമത്തൊക്കെ കാട്ടിയിട്ട് ഇങ്ങനെ കിടന്നാൽ സുഖം ഉണ്ടാവും മൂപ്പർക്ക്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. നമ്മള് ചെല്ലും. എന്തിനാ ചെല്ല? പപ്പാ വിസ ഇട്ടണം ഒരാൾ, മറ്റാള് ഫാക്ടറി പൂട്ടിയിരിക്കുന്നത് തുറക്കണം, മറ്റാള് വിസക്ക് എന്താക്കി വിസൊക്കെ കിട്ടിയിരിക്കണം, പക്ഷെ അതിന്റെ എമിഗ്രേഷൻ ശരിയായിട്ടില്ല. അത് പെട്ടെന്ന് ശരിയാണ്. കഷ്ടകാലം എനിക്ക് വിസ ഇട്ടാൻ തോന്നുന്നു, വിസ ഇട്ടി. അപ്പൊ എമിഗ്രേഷൻ ശരിയാൻ രണ്ടാമത് വേറെ എമിഗ്രേഷൻ ശരിയായിട്ട് കഷ്ടകാലത്തിന് ഇച്ചങ്ങായി ഒരു പ്ലെയിനും കഴിഞ്ഞാണ് പോയാലോ പിന്നെ അവന്റെ അമ്മ വരും ഇങ്ങനെ കൊടയും ചൂടിയിട്ട്, പപ്പാ എന്റെ മോൻ നാൾ ഇവിടെ വന്നിട്ട് പോയില്ലേ? ഇതെന്താ ഓന് പണിയായിട്ടില്ല. കഷ്ടകാലം ഇനി പണിയാക്കണം. പണിയായ പിന്നെ വരുന്നതിന് കുറെ ആയി, 1 കൊല്ലത്തോളായി ഒരു അറബിന്റെ ഒരു കെഫീലിന്റെ കീഴിൽ പണിയെടുക്കണ്. 12 മാസമായിട്ട് ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല. ഈ ശമ്പളം ഇയാളായി. ശമ്പളം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? ഓനെ കഷ്ടക്കാരുടെ നാട്ടിൽ കൂടെ എത്തിച്ചു കൊടുക്കണം. പിന്നെ പറയും ഓനക്കിപ്പോ വരാൻ തോന്നുന്നില്ല, അതുകൊണ്ട് എന്റെ കുട്ടി എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തി കിട്ടണോ, ഇനി മോനെ വരുത്തും. അപ്പൊ പറഞ്ഞേക്കാനും ഇയാള്, എമിഗ്രേഷൻ ശരിയാക്കാനും മൂപ്പര്, ശമ്പളം കൊടുക്കാനും മൂപ്പര്, അത് കഴിഞ്ഞിട്ട് നാട്ടിൽ എത്തിച്ചു കൊടുക്കാനും ബസാദ്. എങ്ങനാലും ഈ വരിയിലൊരു സുഖം ഉണ്ടാവില്ല. ഇതിനല്ലേ ഇപ്പൊ നമ്മള് പോണത്? ഔലിയാക്കന്മാരെ തേടി നടക്കുമല്ലോ നമ്മളൊക്കെ. എന്തിനാ നമ്മളെ ഔലിയാക്കന്മാരത്ത് പോണ്? ഇഷ്ടട്ടാണ്.